എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ കൂടെ വീണ്ടും ജോയിൻ ചെയ്യുന്നത് സാജു ചെറിയാനാണ്. അപ്പൊ സാജു ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാജു ചേട്ടാ, വെൽക്കം ടു അവർ ചാനൽ അഗെയിൻ. അപ്പോ ഇന്ന് നമ്മൾ സാജു ചേട്ടനായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുന്ന, അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ ന്യൂസിലാൻഡിലെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ജോബ് അല്ലെങ്കിൽ നേഴ്സ് അസിസ്റ്റന്റ് ജോബ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരുടെ ഓഫർ ലെറ്ററിന്റെ കോപ്പിയും അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളും ഒക്കെ അയക്കാറുണ്ട്. അപ്പൊ സാഹചര്യം അറിയാം, സാഹചര്യത്തിനും അതുപോലത്തെ മെസ്സേജ് ഒത്തിരി വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ തട്ടിപ്പ് നടക്കുന്നത് ഗൾഫ് കേന്ദ്രീകരിച്ചിട്ടാണ്. അത് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ നേഴ്സ് അസിസ്റ്റന്റ് ജോബ് ഓഫർ ചെയ്തിട്ട് അവരുടെ അടുത്തൊക്കെ പൈസ തട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് എനിക്ക് ഒരു ഓഫർ ലെറ്റർ അയച്ചെന്ന് ഞാൻ സംസാരിച്ചു. ഇപ്പൊ 2 ലക്ഷം രൂപയോളമാണ് ആ പുള്ളിക്കാരിക്ക് പോയത്. അത് ഓഫർ ലെറ്റർ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് തട്ടിപ്പാണ്. കാരണം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഡെയിലി ബേസിസിൽ എനിക്ക് അത് ഇൻസ്റ്റാഗ്രാമിലും മെസ്സഞ്ചറിലും ഇത് റിലേറ്റഡ് ചെയ്ത് മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ അതിന് ഒരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നിസെഡിനോ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ചേട്ടന് അറിയാം ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും എന്നിസെഡിനൊക്കെ ഇത് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ്. അപ്പൊ ചേട്ടന് എന്താണ് അതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? അതിനെക്കുറിച്ച് നമുക്ക് ജനം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിലവിലിപ്പോ നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് നിങ്ങൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂസിലൻഡിലേക്ക് ജോബ് കിട്ടും, വിസ കിട്ടും എന്ന് പറയുന്നത് ഒട്ടും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അത് നിങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതിൻ്റെ അകത്ത് ഒത്തിരി പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു, പല വീഡിയോസ് അയച്ചു തന്ന അല്ലെങ്കിൽ ഓഫർ ലെറ്ററുകൾ അയച്ചു തന്നിട്ട്. എൻ്റെ അടുത്ത് ഒരു ഓഫർ ലെറ്റർ വന്നിരുന്നത് നമുക്ക് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു പേരിൽ ക്രിയേറ്റ് ചെയ്തതായിരുന്നു, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ പേരിൽ. പക്ഷെ അതിൻ്റെ അകത്ത് ഞാനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അത് ആ ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ ആ ഒരു വെബ്സൈറ്റ് പോലും അവരൊരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുണ്ടാക്കിയിട്ട് ആ ഒരു വെബ്സൈറ്റ് പോലും അവർ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ലോഗോയും വെബ്സൈറ്റും എല്ലാം വെച്ചിട്ട് അവരൊരു ഫേക്ക് അഡ്രസ്സും ഉണ്ടാക്കിയിട്ട് അവര് ഇങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്തു, ഹോസ്പിറ്റലിനെ കോണ്ടാക്ട് ചെയ്തു. അവരോട് ഞാൻ പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു തട്ടിപ്പ് നിങ്ങളുടെ പേരിൽ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് അങ്ങനെയുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ജോബില് ഇപ്പൊ നിലവില് ന്യൂസിലൻഡില് വിസയ്ക്കുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓവർസീസിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോബ് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒട്ടും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ക്യാപ്പ് ഫെയിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ പലരും ഈ കെയർ അസിസ്റ്റന്റ് ജോബ് കിട്ടിയിട്ട് ആ ഒരു ജോബിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് എന്നോട് ഒത്തിരി പേര് അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ക്യാപ്പിന് ഫെയിലായി, പിന്നെ അതിന് അപ്പീലിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു 6 months വെയിറ്റിംഗ് ഒക്കെ വരുന്നു. അപ്പൊ ആ സമയം കൊണ്ട് അവർക്ക് ഒരു കെയർ അസിസ്റ്റന്റ് ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിന് വർക്ക് വിസ കിട്ടും. അത് വെച്ചിട്ട് അവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സമയം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവര് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോഴും കിട്ടാത്തവരുണ്ട്. അപ്പൊ ന്യൂസിലൻഡിൽ നിന്നിട്ട് പോലും അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓവർസീസിൽ നിന്നിട്ട് ഒരാള് അത് കിട്ടാനായിട്ടുള്ള, പിന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാവുന്ന ഒരു നിങ്ങൾക്ക് തട്ടിപ്പാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ നിങ്ങളെ ജോബ് ഓഫർ ചെയ്യുന്ന ഇപ്പൊ ഒരു റെസ്റ്റോറൻ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ എവിടെന്നാ ഓഫർ ചെയ്യുന്നത്, അവരുടെ ഡയറക്റ്റ് ഒരു ഇന്റർവ്യൂ ഇല്ലാതെ ന്യൂസിലൻഡിൽ ജോലി കിട്ടില്ല. ഇപ്പൊ പലർക്കും കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ചിലരൊക്കെ അവരുടെ ആൾക്കാരാന്ന് പറഞ്ഞ് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ചെയ്ത് അപ്പൊ തന്നെ ഈ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് ഓഫർ ലെറ്റർ അയച്ചു കൊടുക്കണം. അപ്പൊ അതിന്റെ അകത്തൊരു പ്രോസസ് ഉണ്ട്, റെഫറൻസ് ചെക്ക് ഉണ്ട്. ഞാൻ പല വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ന്യൂസിലാൻഡിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ മുൻ വർക്ക് ചെയ്ത സ്ഥലത്തെ 2-3 ആളുകളുടെ റെഫറൻസ് ചെയ്യും. അതുകൂടാതെ പോലീസ് ചെക്ക്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു 1 to 2 weeksന്റെ ലെങ്തി പ്രോസസ്സാണിത്. അപ്പൊ നിങ്ങൾക്ക് ഒരാൾ വിളിച്ചൊരു ഇന്റർവ്യൂ ചെയ്തിട്ട് അടുത്ത ആഴ്ച ജോലി ഓഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ജോലി ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ അകത്ത് എന്തോ ഉടായ്പ ഉണ്ടെന്ന്. പിന്നെ പലർക്കും ഡൗട്ട് ആയിട്ടുള്ള ഒരു കാര്യം, ന്യൂസിലാൻഡ് നമ്പർ ഇപ്പൊ കോഡ് അറിയാലോ, +64 ആണ്. ഇവിടുത്തെ നമ്പറിൽ നിന്ന് ഇവർക്ക് കോൾ ചെല്ലുന്നു എന്നുള്ളതാണ്. അത് ഈസി ആയിട്ട് നെറ്റിൽ നമുക്ക് ഏത് രാജ്യത്തെ വേണമെങ്കിലും നമ്പർ പർച്ചേസ് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ നമ്പർ കണ്ടുകൊണ്ട് ആരും വിശ്വസിക്കരുത്.
അപ്പൊ ഇതിന്റെ അകത്തൊക്കെ മെയിൻ ആയിട്ട് പറയാനുള്ളത്, നിങ്ങളെ പൈസ വാങ്ങിച്ചിട്ട് ആരെങ്കിലും ഏജൻസികൾ ന്യൂസിലാൻഡിൽ ജോലി തരാം എന്ന് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ കരുതിക്കോ അത് പൈസ തട്ടിക്കാനുള്ള ഒരു പരിപാടിയാണ്. കാരണം ഇവരൊക്കെ കൂടുതൽ ചെയ്യുന്നത് ഈ ഒരു പൈസ വാങ്ങിച്ച് 1-2 വർഷം റോൾ ചെയ്യുക, എന്നിട്ട് അവർ ചിലപ്പോൾ ആരെങ്കിലും തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 60% അല്ലെങ്കിൽ 80% തിരിച്ചു കൊടുക്കുക. ഈ മണി റോളിംഗ് പരിപാടികളൊക്കെയാണ് കുറെ ആളുകൾ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇത് ഗൾഫ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറെ ഏജൻസികളാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഇതിന് സപ്പോർട്ടായിട്ട് കുറെ ആളുകൾ വീഡിയോസ് ഇടുന്നുണ്ട്. അത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് ശരിയാണ്. ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു മലയാളി സ്ഥിരം ഇവിടെ എന്ത് വിസയിൽ വന്നാലും ജോലി എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു എന്റെ ഫ്രണ്ട്സിൽ ഒരാൾ അയച്ചു തന്നിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോയില് ഈ വ്യക്തി പറയുന്നത്, നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വിസിറ്റിംഗ് വിസയില് ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവരെ. ന്യൂസിലൻഡിൽ വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വർക്ക് വിസയിലേക്ക് മാറാം. അത് പണ്ട് മാറാൻ പറ്റില്ലായിരുന്നു, ഇപ്പൊ മാറാം. അപ്പൊ മാറുന്നു. അത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ 2 വർഷം നിങ്ങൾ ഇവിടെ വർക്ക് വിസയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിഡൻസി കിട്ടും എന്നൊക്കെയാണ് ആൾ പറയുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് ഇതൊക്കെ കോവിഡിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് അത്രയും ഷോർട്ടേജ് ഉണ്ടായിരുന്ന സമയത്ത് വിസിറ്റിംഗ് വിസയിൽ വന്ന് കുറച്ച് പേർക്ക് വർക്ക് വിസയിലേക്ക് കിട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോവിഡിന്റെ സമയത്ത്, കോവിഡ് തീരുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയത്ത് 2 വർഷം വർക്ക് വിസയിൽ നിന്ന് എല്ലാവർക്കും റെസിഡൻസി കൊടുക്കുകയുണ്ടായി. പക്ഷെ ആ ഒരു വൺ ഓഫ് ആ ഒരു സംഭവം അപ്പൊ ആ ഒരു ഒറ്റ പ്രാവശ്യമായിട്ട് ചെയ്തതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് കൊണ്ടുവന്ന ഒത്തിരി നിയമങ്ങളിൽ ഇപ്പൊ ഈവൻ ലേറ്റസ്റ്റ് ഒട്ടുമിക്ക വിസയ്ക്കും അല്ലെങ്കിൽ ഒട്ടുമിക്ക ജോലികൾക്കും തന്നെ IELTS ഒക്കെ, ഈവൻ ലോ സ്കിൽഡ് ജോലികൾക്ക് പോലും IELTS ഒക്കെ അവർ നിർബന്ധമാക്കി. അപ്പൊ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജോലി കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി നഴ്സുമാരുണ്ട്. അവരിൽ പലരും HCA ജോലികൾക്ക് ഇപ്പൊ അപ്ലൈ ചെയ്ത് തുടങ്ങി, അവർക്ക് പോലും കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ന്യൂസിലാൻഡിലെ സിറ്റുവേഷൻ ഇതാണ്. ഒരിക്കലും ഒരു ഏജൻസി ഇങ്ങനെ HCA വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവരോട് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏത് പ്രൊവൈഡറാണ്, അതായത് ആ ഒരു കമ്പനിയുടെ പേര് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പേര് ആദ്യം ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് കാശ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഓഫർ ലെറ്റർ നിങ്ങൾ വാങ്ങിച്ച ആ ഒരു ഓഫർ ലെറ്റർ ഒന്നല്ലെങ്കിൽ ന്യൂസിലാൻഡിലുള്ള നിങ്ങൾ ആരെങ്കിലും അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറുടെ സഹായം, അതേപോലുള്ള ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരാളുകളുടെ സഹായം തേടുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാവും ഇത് തട്ടിപ്പാണെന്നുള്ളൊരു കാര്യം. അതാണ്, അതിപ്പോഴും ഒത്തിരി പേര് അതിൽ വീഴുന്നുണ്ടെന്നുള്ളതാണ്. നഴ്സുമാർ പോലും ഇപ്പോൾ ആൾക്കാർ നഴ്സുമാരായിട്ട് ഇരുന്നവര് പോലും ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്യാപ്പിന് വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ മറ്റ് പ്രോസസ്സ് വഴിയൊന്നും പോകണ്ട, നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ജോലി കിട്ടും, പിന്നെ അവര് ക്യാപ്പ് അറേഞ്ച് ചെയ്തോളെന്ന് പറഞ്ഞ് അങ്ങനെ തട്ടിപ്പ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ എന്നോട് 2 പേര് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നഴ്സിംഗ് കൗൺസിലിന്റെ ഡിസിഷൻ ലെറ്റർ കിട്ടാതെ നിങ്ങൾക്ക് ഒരിക്കലും ക്യാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലും നിങ്ങൾക്ക് നഴ്സിംഗ് കൗൺസിലിന്റെ ഡിസിഷൻ ലെറ്ററും ക്യാപ്പും ഒന്നും വേണ്ട, ഡയറക്റ്റ് പോലെ ഞങ്ങൾ ജോലി നിങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ നിങ്ങളെ ക്യാപ്പ് ചെയ്യിപ്പിച്ചോളാം എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഒരിക്കലും ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജെറിനെ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓഫർ ലെറ്ററിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ നമുക്ക് ഇവിടെ ആ വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു എനിക്ക് ഞാൻ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെനിക്കൊരു ഒരു സ്റ്റേറ്റ്മെന്റ് അയച്ചു തന്നു, ഈ ഏജൻസി പറയുന്നത് ഇതാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞാൽ എനിക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ആ സ്ഥലം ഒറിജിനൽ ആണോ എന്നും അവർക്ക് ഇങ്ങനെ ഒരു ജോബ് ഓഫർ ചെയ്യുന്നുണ്ടോ എന്നും എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ ഇപ്പൊ അവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒത്തിരി പേര് ഇതിന് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ന്യൂസിലാൻഡ് മലയാളി എന്നൊരു പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ്. അവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. അതിന്റെ അകത്ത് ഒത്തിരി അവയർനെസ് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഓക്ലൻഡിലുള്ള ഒരു മലയാളി യുവാവ് ഒരു വെബ്സൈറ്റ്, കേരളൈറ്റ്സ് ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് കുറെ ഇൻഫർമേഷൻസ് പുള്ളി കൊടുക്കുന്നുണ്ട്. പുള്ളി അതുപോലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വിസ സ്കാമിനെതിരെ ഭയങ്കര ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒത്തിരി മെസ്സേജുകൾ റിലേറ്റഡ് വരാറുണ്ട്. അപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒത്തിരി ആളുകൾ, നല്ല മനസ്സുള്ള ഒത്തിരി ആളുകൾ ഇതേപോലെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ
ചോദിക്കുക. നിങ്ങൾ ഒരു ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്യുക. ഒരിക്കലും ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള ജോലികൾക്ക് വേണ്ടി പൈസ കൊടുത്ത് പോകരുത്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നോക്കുക. ഇപ്പോൾ ഇവിടുത്തെ സീക്ക്, ട്രേഡ് പോലുള്ള വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു കാശ് കൊടുക്കില്ല. ഈവൻ സീക്ക്, ട്രേഡ് വെബ്സൈറ്റിൽ പോലും ഫേക്ക് അഡ്വർടൈസ്, സ്കാമേഴ്സ് ഫേക്ക് അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഞാനൊരു ദിവസം സീക്ക് വെബ്സൈറ്റിന് മെയിൽ അയച്ചിരുന്നു. അപ്പൊ അവർ പറഞ്ഞു അവർക്ക് ഓൾറെഡി അലേർട്ടാണ്, അവർക്ക് അറിയാമുണ്ട് എന്നുള്ള. അപ്പൊ ഇത്തിരി അവർ പ്രോസസ്സൊക്കെ അവർ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ടെന്നാണ് അവരും പറഞ്ഞത്. അപ്പോ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതെ, ഇതിനകത്ത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു ഇമെയിൽ ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്കാം നടക്കുന്നുണ്ടെന്ന്. സ്കാം ഹോസ്പിറ്റലിന്റെ പേരിലും. കാരണം എനിക്ക് ഓർമ്മയുണ്ട് വൈക്കാട്ടോ DHBയുടെ പേരിൽ വൈക്കാട്ടോ DHBയുടെ പഴയ ലോഗോ ഒക്കെ വെച്ചിട്ട് നേഴ്സ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ കുറെ ജോബ് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ പെർ മന്ത്ലി $4,000 സാലറി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഇവിടത്തേക്ക് സാലറി വരുന്നത് പെർ അവറിലാണ്, പെർ മന്ത് അല്ല. പിന്നെ അവർ ഈ ഓഫർ ലെറ്ററുകളിൽ ഞാൻ കണ്ട പാക്കേജ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ, ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ. അപ്പൊ ഈ വക ജോലികൾക്കൊന്നും ഇവിടെ ഒരിക്കലും ഈ എക്സ്ട്രാ പെർക്സ് ഒന്നും അങ്ങനെ കിട്ടുന്നതല്ല. അക്കോമഡേഷൻ ആണ് ഇവിടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നു അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ജോലിക്കൊക്കെയാണ് അക്കോമഡേഷനൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും ചേട്ടൻ ആഡ് ചെയ്യാനായിട്ടുണ്ടോ അതിന്റെ? ഇല്ല, നമ്മള് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സ്കാമിൽ ചെന്ന് ചാടി പൈസ കൊടുക്കരുത്. നമ്മള് ഇപ്പൊ ഞങ്ങളെ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിലുള്ള ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പൈസ കൊടുക്കുക. തീർച്ചയായിട്ടും. അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു അവയർനെസ് ആയിട്ട് എടുക്കുക. നമ്മള് ഇതൊരു ഇമിഗ്രേഷൻ അഡ്വൈസും കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് ഒരു അവയർനെസ് മെസ്സേജ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.